മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. നാളെയാണ് എരുമേലിപ്പേട്ട തുള്ളൽ. മറ്റന്നാൾ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. 14-നാണ് മകരവിളക്ക്. അതേസമയം മകരവിളക്ക് ദിനത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 35,000 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ. പറയൂ ശ്രീജിത്ത്, സാധാരണഗതിയിൽ 1,00,000-ലധികം ആളുകൾ ഈ ശബരിമല മകരവിളക്ക് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്താറുണ്ട്. ഇത്തവണ ആളുകളുടെ എണ്ണം, ഭക്തജനങ്ങളുടെ എണ്ണം കാര്യമായി കുറയുമെന്നാണ് ഹൈക്കോടതി വിധി മൂലം? തീർച്ചയായും ഹൈക്കോടതിയുടെ ഒരു നിലപാട് കടുപ്പിക്കുകയാണ് അവർ. കാരണം ശബരിമല സന്നിധാനത്ത് എന്തായാലും 1,00,000 ആളുകളെ മൊത്തത്തിൽ വഹിക്കാനുള്ള ഒരു ശേഷി സന്നിധാനത്തിനില്ല, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 35,000 എന്നൊരു നമ്പറിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നത്. 30,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കർശനമായ ഉപാധിയാണ്, അത് പാലിച്ചേ മതിയാകൂ. പക്ഷേ ഇപ്പോഴും ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ആശങ്കപ്പെടുത്തുന്നത് SKN പർണശാലകൾ കെട്ടി പല മേഖലകളിലും, കാടിന് സമീപത്തും അതുപോലെ തന്നെ ശബരിമലയിലെ തന്നെ പല മേഖലകളിലും ആളുകൾ കാത്തിരിക്കുകയാണ്. 14-ാം തീയതി ഒന്നായി കിട്ടാൻ വേണ്ടി, അവർക്ക് മകര വിളക്ക് ദർശനം നടത്താൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അവരെ പൂർണ്ണമായി ഇവിടെ നിന്ന് ഇറക്കിവിടാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് പല മേഖല, സന്നിധാനം ഒഴികെയുള്ള പല മേഖലകളിലും കൂടുതൽ സ്ഥലങ്ങളിൽ മകരവിളക്ക് കാണുവാൻ, ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്. അത് പമ്പയിലും മരക്കൂട്ടത്തും അടക്കം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അത് അട്ടത്തോട് ഒരുക്കി കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ പല മേഖലകളിലും അത്തരത്തിൽ കൂടുതൽ ഭക്തരെ, നിലവിൽ ഇപ്പോൾ സന്നിധാനത്ത് തുടരുന്ന ഭക്തരെ താഴത്തേക്ക് ഇറക്കുക, അവിടെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട് എന്ന് അറിയിക്കുക. അങ്ങനെ തൊഴുത് മടങ്ങുന്ന ഭക്തരോട് കൃത്യമായ രീതിയിൽ ഇത് കാണാനുള്ള സൗകര്യം പമ്പയിലോ അല്ലെങ്കിൽ അട്ടത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസര പ്രദേശങ്ങളിലുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നേരിയ കുറവ് ഉണ്ട് ഭക്തജന തിരക്കിൽ ശബരിമലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1,13,000 എന്ന ഒരു വലിയ നമ്പറിലേക്കൊക്കെ പോയിരുന്നു തീർത്ഥാടകരുടെ എണ്ണം. അത് പക്ഷേ കഴിഞ്ഞ ദിവസം അത് 90,000-ലേക്ക് മാറി. അത് ഇന്ന് 80,000-ഓളം എത്തുന്നു. എന്തായാലും 11 മണിയോടുകൂടി അടുക്കുമ്പോൾ മാത്രമാണ് അവസാന കണക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും ഇന്നലെ SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായ രീതിയിൽ ശബരിമലയിലെ എല്ലാ മേഖലകളിലെയും പരിശോധന നടത്തി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന പാണ്ടിത്താവളം അടക്കമുള്ള മേഖലകളിൽ വടം കെട്ടി, റോപ്പ് കെട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. പ്രത്യേക പോലീസ് സംഘം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 12-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് യാത്ര, തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇങ്ങോട്ട് തിരിക്കും. 14-ന് ഇവിടെ എത്തിച്ചേരും. വൈകുന്നേരം ആ തിരുവാഭരണം ചാർത്തിയായിരിക്കും അയ്യപ്പന് ദീപാരാധന നടക്കുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.